ആദ്യം നമുക്ക് ഈ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ കേൾക്കാം, എന്നിട്ട് നമുക്കില്ല മറുപടി കൊടുക്കാം. ഓക്കെ? ഞാനൊരു മതത്തിലോ അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് കേട്ടോക്കെ ഒരാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കാം, അങ്ങനെയല്ല. ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ അനുഭവിച്ചതും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും വെച്ചിട്ടാണ് എന്റെ ഇപ്പത്തെ ജീവിതം ഇപ്പൊ ഞാൻ മുന്നോട്ട് പോകുന്നത്. അതാണ് വേണ്ടത്. അല്ലാണ്ട് ഒരാള് ചെറുപ്പത്തിലേ നമുക്കൊരാള് പറഞ്ഞു തന്നു അങ്ങനെ തന്നെ ജീവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളതൊരു കെട്ടിയിടുന്ന ഒരു സാധനമാണ് മതം. അപ്പോ അതിൽ നിന്ന് വെളിയിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ ചുറ്റുമുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വേണ്ടത് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അല്ല മോളെ, നീ ഏതിൽ വിശ്വസിച്ചാലും ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. ഹ്യൂമാനിറ്റിയിൽ നിനക്ക് വേണമെങ്കിൽ അതിൽ വിശ്വസിക്കാം. ഇനിയിപ്പോൾ ആരെ എതിർക്കുന്നു? പക്ഷെ എന്തിനാണ് ബാക്കിയുള്ള മതത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്? അതാ മനസ്സിലാവാത്ത. നീ 6ാം ക്ലാസ് വരെ പഠിച്ചെന്ന് പറയല്ല. നിന്റെ വാക്ക് കേട്ടിട്ട് തോന്നുന്നില്ല. കാരണം ഇസ്ലാമിൽ അങ്ങനെ ഒന്നും പറയുന്നില്ല. മതപരമായ കാര്യങ്ങളിൽ എന്നാ പറയുന്നത്? നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാനും നാട്ടുകാരെ സ്നേഹിക്കാനും വീട്ടുകാരെ സ്നേഹിക്കാനും മാതാപിതാക്കളെ സ്നേഹിക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും പാവങ്ങളെ സഹായിക്കാനും ഇതിനെല്ലാം ഇസ്ലാമിൽ പറയുന്നു. അല്ലാതെ വേറൊന്നുമില്ല. 5 നേരം നിസ്കരിക്കാൻ പറയുന്നുണ്ട്. അത് ആരും അടിച്ചേൽപ്പിക്കുന്നൊന്നുമില്ല. അവരവർക്ക് കയ്യൊങ്ങ് ചെയ്യുക, ഇല്ലെങ്കിൽ ഒഴിവാക്കുക. പിന്നെന്നാ പറയുന്നത് കെട്ടിയിടുന്ന് പറയുന്നുണ്ട്. നിന്നെ പുറക്ക് പിടിച്ച് കെട്ടിയിടുന്ന നിന്റെ കയ്യിൽ പോണ്ടായിരിക്കും. വേറെ എത്ര ആൾക്കാരുണ്ട്, എത്ര ആൾക്കാർ ഇപ്പോൾ യാത്ര പോകുന്നുണ്ട്. ഏടെയെല്ലാം ഹിമാലയ ആടിയുടെ എല്ലായിടത്തും പോകുന്നില്ലേ? അവർ മുസ്ലിം അല്ലേ? നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് അവർ പോകുന്നുണ്ടല്ലോ. അവർക്കൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. നിനക്ക് മാത്രം നീ പ്രശ്നം. നീ ഏതിലും വിശ്വസിച്ചോ? എന്നിട്ട് ഈ മതത്തിനെ ഒന്നിട്ട് അധിക്ഷേപിക്കാൻ നിൽക്കുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ ഇതെല്ലാം കാലം കഴിഞ്ഞു പോയി മോളെ.